നമസ്കാരം. പാകിസ്ഥാന്റെ ദുഷിപ്പിന് വൻ തിരിച്ചടികൾ ഒന്നൊന്നായി കിട്ടുകയാണ്. കാർഷിക ഭക്ഷ്യമേഖല കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് വൻ ഇരുട്ടടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയൻ, UK, US എന്നിവിടങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ അരി കയറ്റുമതിക്കാർക്ക് വലിയ വെല്ലുവിളിയാണ് നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പരിമിതമായ ചരക്കുകളുടെ ആധിപത്യമുള്ള പാകിസ്ഥാന് അവരുടെ ഇടുങ്ങിയ കയറ്റുമതി അടിത്തറയിൽ ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനിൽ അരി പ്രാഥമിക കയറ്റുമതിയായി ഉയർന്നു വരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ $3.5 ബില്യൺ ഡോളറിലധികം വിദേശ നാണ്യം സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം ഗുരുതരമായ ഭക്ഷ്യസുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാനെ ഇപ്പോൾ നിരസിക്കുന്നത്. കയറ്റുമതി നിരസിക്കലിന്റെ ഭീഷണി മൂലം അരി കയറ്റുമതി വ്യവസായം പാകിസ്ഥാനിൽ വലിയ പ്രത്യാഘാതമാണ് നേരിടുന്നത്. 2023 പാകിസ്ഥാന്റെ അരി കയറ്റുമതിയിൽ, പ്രത്യേകിച്ച് ബസുമതിയിൽ കീടനാശിനികളുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. കീടനാശിനികൾക്കായുള്ള യൂറോപ്യൻ യൂണിയൻ കർശന പരിധികൾ പാലിക്കുന്നതിനാൽ കയറ്റുമതി പരാജയപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ 3 വർഷമായിട്ട് പാകിസ്ഥാനിൽ മൈക്കോടോക്സിനുകളുടെ, പ്രത്യേകിച്ച് അഫ്ലാടോക്സിനുകളുടെ ഉയർന്ന കേസുകൾ സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ ബാധിച്ചാൽ അരിയിൽ വികസിക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് അഫ്ലാടോക്സിൻ. കീടനാശിനി അവശിഷ്ടങ്ങളുടെയും മൈക്കോടോക്സിനുകളുടെയും വർധനവ് കയറ്റുമതിക്കാർക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തിരുത്തൽ നടപടികൾ ഉടനടി നടപ്പിലാക്കിയില്ല എങ്കിൽ കാര്യങ്ങളാകെ തകിടം മറിയും എന്നത് ഉറപ്പാണ്. അരി മേഖലയിൽ പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷാ പ്രോട്ടോകോളുകൾ ശക്തിപ്പെടുത്തേണ്ടത് ഇപ്പോൾ നിർണായകമായ ഒരു അനിവാര്യത തന്നെയാണ്. നോക്കൂ, പാകിസ്ഥാനിലെ അരി ശൃംഖലയിൽ കർഷകർ, സ്റ്റോക്ക് ചെയ്യുന്നവർ, കയറ്റുമതിക്കാർ തുടങ്ങിയ പ്രധാന പങ്കാളികൾ ഉൾപ്പെടുന്നുണ്ട്. തണ്ടുതുരപ്പൻ, തവിട്ട് നിറത്തിലുള്ള കീടങ്ങൾ, ഫംഗസ് അണുബാധകൾ തുടങ്ങിയ കീടങ്ങളെ ചെറുക്കാൻ കർഷകർ ക്ലോർപൈറിഫോസ്, അസറ്റാമിപ്രിഡ്, ഇമിഡാക്ലോപ്രിഡ് തുടങ്ങിയ കാർഷിക രാസവസ്തുക്കൾ പതിവായി ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാസവസ്തുക്കൾ നെൽവിളകളിൽ ഉപയോഗിക്കുന്നതിന് അംഗീകാരം ഇല്ല എന്നതാണ്. ഇത് വിളവെടുത്ത അരിയിൽ കീടനാശിനി അവശിഷ്ടങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. കൂടാതെ കർഷകരുടെ അനുചിതമായ പ്രയോഗ രീതികൾ ശുപാർശ ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന സാന്ദ്രത അല്ലെങ്കിൽ വിളവെടുപ്പ് സമയത്തോട് വളരെ അടുത്ത് കീടനാശിനികൾ പ്രയോഗിക്കുന്നത് അവശിഷ്ടങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. പല കർഷകരുടെയും വിദ്യാഭ്യാസക്കുറവ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട്. ആവശ്യമായ വിളവെടുപ്പിന് മുമ്പുള്ള ഇടവേളകൾ എന്നിവയെക്കുറിച്ച് അറിവില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള അപര്യാപ്തമായ രീതികളാണ് മൈക്കോടോക്സിനുകളുടെ പ്രശ്നം സങ്കീർണമാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ക്രമരഹിതമായ മഴയുടെ പാറ്റേണുകളും വിളകളുടെ ചക്രം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും കാരണം പല കർഷകരും നേരത്തെ വിളവെടുപ്പ് നടത്തുന്നു. ഈ നേരത്തെയുള്ള വിളവെടുപ്പ് പലപ്പോഴും 20 മുതൽ 30% ഈർപ്പനിലയിൽ എത്തുകയും ഉപോൽപ്പന്ന ഉണക്കൽ രീതികൾക്കൊപ്പം വിളവെടുത്ത നെല്ലിലെ ഫംഗസ് വളർച്ചയും അഫ്ലാടോക്സിൻ മലിനീകരണവും പ്രോത്സാഹിപ്പിക്കും. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ അരി മില്ലിംഗ് വ്യവസായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സാങ്കേതിക വിദ്യയും സ്വീകരിക്കുന്നതിന്റെ വിശാലമായ വ്യവസ്ഥാപിത പ്രശ്നം ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അരിമില്ലുകളുടെ രീതികൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. മിക്ക മില്ലുകളും പ്രാദേശിക വിപണികളിൽ നിന്ന് നെല്ല് വാങ്ങുന്നത് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചോ കൃഷിരീതിയെക്കുറിച്ചോ വേണ്ടത്ര അറിവില്ലാതെയാണ്. ഈ കണ്ടെത്തലിന്റെയും ഗുണനിലവാര നിയന്ത്രണത്തിന്റെയും അഭാവം അനുസരിക്കാത്ത അരി കയറ്റുമതിയുടെ വ്യാപനത്തിന് കൂടുതൽ സംഭാവന നൽകുന്നു. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ദോഷകരമായ രാസവസ്തുക്കളുടെ നിരോധനം നടപ്പിലാക്കുന്നതിനെതിരെ സ്വാധീനമുള്ള കീടനാശിനി കമ്പനികളുടെ ചെറുത്തുനിൽപ്പ് പാകിസ്ഥാൻ സർക്കാർ വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. ബസുമതി അരിയിലെ കീടനാശിനി അളവുകൾ കുറയ്ക്കുന്നതിന് സമാനമായ നിരോധനങ്ങൾ നടപ്പിലാക്കാൻ പാകിസ്ഥാന്റെ നിയന്ത്രണ ചട്ടക്കൂട് അപര്യാപ്തമാണ്. 1872 നിലവിലുള്ള കരാർ നിയമത്തിൽ കരാർ കൃഷി നിയന്ത്രിക്കുന്നതിനും അതേപോലെ തന്നെ നടപ്പിലാക്കുന്നതിനുമുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഇല്ല. അത് കാർഷിക രീതികൾ മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും സാധ്യതയുണ്ട്. റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് പാകിസ്ഥാൻ പോലെയുള്ള സംഘടനകൾ കർഷകരിലും പങ്കാളികളിലും അവബോധം വളർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. പക്ഷേ അത് അപര്യാപ്തമാണ് എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും കാർഷിക വിപുലീകരണ സേവനങ്ങളുമായും കീടനാശിനി കമ്പനികളുമായും പങ്കാളിത്തവും ഉപയോഗിച്ച് കൂടുതൽ വിപുലമായ വിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ നടത്തേണ്ടതുണ്ട്. കയറ്റുമതി വികസന സർചാർജുകൾ, അരിമില്ലുകളിലെ ഉണക്കൽ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുള്ള സബ്സിഡിയുള്ള വായ്പാ പദ്ധതികൾ തുടങ്ങിയ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ സുരക്ഷിതമായ കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. എന്നിരുന്നാലും ഈ നടപടികൾക്ക് ശക്തമായ ഗവൺമെന്റിന്റെ പിന്തുണയും ഫലപ്രദമായ നയം നടപ്പിലാക്കലും ആവശ്യമാണ്. എന്നാൽ അവ നിലവിലില്ല എന്നതാണ് പാകിസ്ഥാനെ തളർത്തുന്നത്.